പാമ്പിനെ പിടിക്കാൻ പോവാണ്. ഇപ്പൊ ഒരു വണ്ടി പൊരുതുന്നതാണ്. നമുക്ക് അവിടെ ഉള്ള ആൾക്കാരെ ഇങ്ങോട്ട് നോക്കാം. കൊല്ലാൻ കൊണ്ടുപോകുന്നത് നമ്മളെ ന്യൂസ് പൾബറാണ് ഓട്ടാൻ പോണേ. ഇമ്മേ പാളൊക്കെ തെറ്റുണ്ട്. ചാട്ടാക്കി ബ്രേക്ക് താങ്ങി. വണ്ടി മതിയായോലോ. എയർ ബാഗൊക്കെ ഇല്ലേ? നമ്മൾ രാവിലെ വന്നിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. ഇന്നത്തെ പരിപാടി എന്താണോ? വണ്ടി പഠിക്കൽ. വണ്ടി ഇതവിടെ റെഡിയാണ്. പൾബർ ഡ്രൈവർ ഇവനാണ് വണ്ടി പഠിക്കാനുള്ളത്. ബാക്കിയുള്ളവരൊക്കെ കാണികൾ. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്തൊക്കെ ചെയ്യണെന്ന്. നമ്മളെ കാളവണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വന്നാണ്. ഇതില് പെട്രോൾ അല്ലേ? കുറച്ച് കാടി വെള്ളവും ഉണ്ടാക്കും. എന്റെ അച്ഛൻ വന്ന് കോര നായിന്റെ ഉള്ളിൽ നമ്മളങ്ങനെ ചോദിക്കാനേ പാടില്ലല്ലോ. നമ്മളെ ന്യൂസ് പൾബറാണ് ഓട്ടാൻ പോണേ. ഇതരെ ഓട്ടില്ല. വണ്ടി പതിരിങ്ങളെ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ കൊണ്ടുപോയി. ഞാൻ ഇവിടെ ഇറങ്ങിയ ബസ്സിലല്ലേ സെക്കൻഡ് കിട് ഭയങ്കര പേടിയാ. അവിടെ ഇതൊക്കെ ഇല്ലേ? എയർ ബാഗൊക്കെ ഇല്ലേ? പൊട്ട വരില്ലേ? എനിക്ക് സംശയമാണ്. ഇതിലിപ്പോ കുടുങ്ങിയ നമ്മളെ ബാക്കില് എയർ ബാഗ് ഒന്നും ഇല്ല. കുടിച്ച് നിക്കണൊക്കെ പേടിച്ചിട്ട് അടുത്ത സ്പൾബറാണ് ഓട്ടാൻ പോണേ. ഓട്ടറാ പ്രോ ഡ്രൈവറെ ഡ്രൈവിംഗ് ഒന്ന് കാണണേ. വിട് പാപ്പാ. എല്ലാരും ധൈര്യത്തോടെ ഇരിക്കുന്നു. നാലാമത്തെ പ്രാവശ്യം ഏഴാമത്തെ പ്രാവശ്യം വണ്ടി എടുത്തിട്ട് വിളിച്ചിങ്ങള്. ഇല്ല പിന്നെ ഇത് വണ്ടി എടുക്കണത് പൊയിങ്ങാട്ടമാരി. ഇറങ്ങും. 8 ഈ 2 പ്രാവശ്യം കൂടെ 10 റൗണ്ടായി. അത്രേ ഉള്ളൂ. നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മള് ഇവിടെ നിന്നാണ് പഠിക്കാൻ പോണേ കാറ്. ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കും. എനിക്ക് അതാണ് സേഫ്. ചാട്ടാക്കി രണ്ടാവട്ടം ചാട്ടാക്കിട് പോയി തിരിച്ചു തരണേ. ഹാൻഡ് ബ്രേക്ക് കയ്യിലുണ്ടായിട്ടെ. ഓല് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളിതാ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു. ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇമ്മേ പാളൊക്കെ തെറ്റുണ്ട്. നമ്മള് പേടിയില്ലാതെ കയറാൻ പോവാണ്. ഡ്രൈവർ പൾബർ വിരമിച്ചു. അവന് മതിയായോലോ. ഇങ്ങനെ വളമൊന്നും അടിക്കൂല. നേരെ പോയാലും മതി. അടുത്ത അഫ്ലാണ് ഓട്ടാൻ പോണത്. അഫ്ലൊരു പേടി. ലൈസൻസ് ഉണ്ട്. ഓട്ടാ അറിയില്ല ആർക്കും. അതാണ് ഇല്ല. എന്നാ ഞാൻ ഇവിടെ ഇറങ്ങി തിരിച്ചു പോരി. അടുത്ത ഞാനാണ് ഓട്ടാൻ പോണേ. ഈ വണ്ടിന്റെ വണ്ടിന്റെ ടെക്നോളജി അറിഞ്ഞെടുക്കട്ടെ. ആരെങ്കിലും വണ്ടി ഓട്ടണട്ടോ. വണ്ടി നമ്മൾ ഇടിക്കാൻ പോയാൽ ഇവിടെ ലാൻഡ് ഫോൺ നമ്പർ ഒക്കെ ഉണ്ട്. നമുക്ക് എനിക്ക് വേണമെങ്കിൽ വിളിക്കാം. ആൾക്കാരോട് എത്തും. 100ക്ക് വിളിച്ചേണ്ടി വരും. മിക്കവാറും നമ്പറൊക്കെ കാണിച്ചു. 100ക്ക് വിളിച്ചാന്. ഇത് ക്ലച്ച്. ഇത് സെക്കൻഡ് അല്ലേ? ആടുന്നതോ അല്ലേ? അങ്ങനല്ലേ? ആദ്യം സ്റ്റാർട്ടാക്കണ്ടേ? ക്ലച്ച് പിടിക്കണപ്പോ സ്റ്റാർട്ടാ. ഞങ്ങള് ബാക്കി തള്ള നായി ഇനി താടുണ്ടേ. ആദ്യം വണ്ടി പോവും. നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകുന്നത്. ആളം തീർക്കല്ലോ. ഇസ്മായിലോ ഇല്ല ഓട്ടറിയില്ല.
അഭിനയം വീണ്ടും നമ്മള് പെട്രോൾ അടിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഏതാ സ്ഥലം പറഞ്ഞു കൊടുക്കി? സ്ഥലം ഏതാ ചാലിയം ചാലിയത്ത് നമ്മള് ഗൈസ് നമ്മള് ചാലിയത്ത് പോയി ഫുട്ബോൾ കളിക്കാൻ പോവാണ്. ഗൈസ് നമ്മൾ ചാലിയത്തി ഉച്ചക്ക് ഒന്ന് തണുപ്പിക്കാനായിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്ന നമ്മള് എനിക്ക് ജലദോഷം പിടിച്ചോണ്ട് ഞാൻ കഴിക്കുന്നില്ല. ഗൈസ് നമുക്ക് അവിടെ ഉള്ള ആൾക്കാരെ ഇങ്ങോട്ട് നോക്കാം. ആരും നോക്കണില്ല. പാമ്പ് മീനെ കണ്ടു ഗൈസ്. നമ്മള് പാമ്പിനെ പിടിക്കാൻ പോവാണ്. ആ പാമ്പിനെ പിടിച്ച് കരയ്ക്ക് എടുത്തോണ്ട് ആ നെണ്ടിനെങ്കിൽ ഉപകാരമായില്ലേ? നമുക്കോ ഉപകാരമില്ല, ആ നെണ്ടിനെങ്കിൽ ഉപകാരമായി. ഏത് മൂട് നന്മ മൂട് നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാം. ചാലിയം ബീച്ച് പണി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. പോയോക്കട്ടെ എങ്ങനെയുണ്ട്? ഇവനൊക്കെ പ്രായത്തിലടാ നട്ടുച്ചക്ക് ഇതൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു സർവത്തും ഞാൻ അപ്പോഴും പറഞ്ഞ അവരോട് പന്തെടുക്കണ്ട. ഇപ്പോൾ എനിക്ക് കളിക്കാൻ വയ്യ, വെയിലായോണ്ട്. ഗൈസ് പന്ത് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനി കളിച്ചു പോവാന്നുള്ളൊരു വാശിയുണ്ട്. അതുകൊണ്ട് ഇതേ കളിക്കുന്നു വെയിലത്ത്. കാലത്ത് വന്ന് കൊട്ടവേലും കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു നാട്ടിലേക്ക്. ഇപ്പൊ ഒരു വണ്ടി പൊരുതുന്നതാണ്, ഇപ്പൊ ഒരു ഫ്രഞ്ച് കിസ് അടിക്കുന്നതാണ്. തിരൂര് ചാലിയം പോണ റൂട്ടില് അല്ല ബസ്സിന് ഒരു തുള വീണിട്ടുണ്ട്. നമ്മളിങ്ങ് ചപ്പാത്തി കമ്പനിയില് ഫുഡ് കഴിക്കാൻ വേണ്ടി എണ്ണക്കടി കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല കടികളുണ്ട്. നമ്മൾ സിംഗർ റോളാണ് ഓർഡർ ചെയ്തത്. സിംഗർ റോൾ നിക്കവാട പഴംപൊരി സിംഗർ റോൾ പൊക്കോടെ ഒന്ന് കഴിച്ചോട്ടെ. ബ്യൂട്ടിഫുൾ റോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് പറയും ചിക്കെടുക്കൽ എടുക്കല്. സിംഗർ റോള് കൊള്ളാം. ശുദ്ധമായ പാലിലുണ്ടാക്കിയ പാൽ ചായ, കയ്പിന്റെ അങ്ങേയറ്റം. നമ്മളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് നമ്മളെ വണ്ടി ഇതാ പോകുന്നു. അങ്ങനെ വണ്ടി ഹോട്ടൽ പഠിച്ച് അതുപോലെ ചാലിയത്ത് പോയി കുറെ ഹാപ്പിനെസ് കിട്ടി. നമ്മൾ വീട്ടിലെത്തി.